പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ല മഴ സീസണാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ മഴ. അപ്പം നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിവടയുടെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലോട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി ഇത്രയും സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണം പറയുന്നില്ല കേട്ടോ, ചെറിയ സവാളയാണ്. അപ്പോൾ ഇതിന് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഞവടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് തിരുമി ഉപ്പെല്ലാം നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്നൊന്നായിട്ട് കിട്ടണം. അപ്പം നല്ലവണ്ണം തിരുമി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ. നമുക്കതിന് മൂടി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാറ്റി വയ്ക്കാം. ഇപ്പം വെള്ളമൊക്കെ നല്ലെണ്ണം ഊറി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഇത്രയും ചതച്ച് വെച്ച വെളുത്തുള്ളി തോടോടും കൂടെ ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഇത്രയും പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും കറിവേപ്പില. ഇനി വേണ്ടത് കുറച്ച് കായപ്പൊടി, കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കുറവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇടുന്നത് മൈദയാണ്, കടലമാവല്ല. നമ്മളിത് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി വേണ്ടത് ഇത്രയും അരിപ്പൊടിയാണ്. നമുക്കിത് ഇനി മിക്സ് ചെയ്ത് നോക്കാം എത്ര വേണമെന്ന്. നമുക്ക് ഒരുപാട് മാവിൻ്റെ ആവശ്യമില്ല, ഇതൊന്ന് കോട്ടിങ് ആയി കിട്ടാൻ മാത്രം വേണ്ടി മതി മാവ്. ഇതേപോലെ ആയി കിട്ടിയാൽ മതിയാവും. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം, അത്രയും മതി. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം കൂടെ ഉരുട്ടിയെടുത്തിട്ട് വരാം. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇനി എണ്ണ ഒഴിക്കാം ഒരു പാത്രത്തിലോട്ട്. അപ്പോൾ ഒരു തവയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം. ഈ എണ്ണ നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മറച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഉള്ളിയുടെ ഒരു കയ്പ്പുണ്ടാവും, കരിയുന്ന ഒരു കയ്പ്പ്. നല്ലവണ്ണം തിരിച്ചും മറിച്ചും ഇട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. എങ്കിലേ എല്ലായിടവും ഒരേപോലെ വെന്ത് കിട്ടത്തുള്ളൂ.
ഇപ്പോൾ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇത്, ഉള്ളിവട. നല്ല മഴയും കൂടെ പെയ്യാണ്. അപ്പം ചായയുടെ കൂടെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇപ്പോഴൊക്കെ ആകുമ്പോൾ ഉള്ളി സഹായമുണ്ട്. ഇനി മഴക്കാലം തുടങ്ങിയാൽ നല്ല വിലയാവും. പിന്നെ ഉള്ളി കിട്ടാറും കൂടെ ഇല്ല. പിന്നെ 100, 120 ആവും അടുത്ത മാസം ആകുമ്പോഴേക്കും. ഇനി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ 7 എണ്ണം ഉണ്ട് കേട്ടോ, അത്ര സവാളയിൽ. ഇത് പിന്നെ വറുത്ത് പോരാം. അപ്പോൾ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.